സോ ഈ എപ്പിസോഡിൽ നമ്മൾ കാണുന്നത് ഇപ്പോൾ ഷെന്നായിട്ടുള്ള ഒരു ഡിന്നറിനാണ് ലിൻ എത്തിയിരിക്കുന്നത്. കാരണം ഇവർക്ക് ഇപ്പോൾ ആ ഒരു ലോണൊക്കെ അനുവദിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇവരുടെ കാര്യങ്ങളെല്ലാം മുടങ്ങാതെ നല്ല വൃത്തിക്ക് നടക്കുന്നുണ്ട്. അതിനുള്ള റീസൺ മെയിൻ ആയിട്ടും ഷെന്നാണല്ലോ. അതുകൊണ്ട് തന്നെ ഇവനോട് താങ്ക്സും കാര്യങ്ങളൊക്കെ പറയുന്നു. ഇവൻ ഇല്ലായിരുന്നെങ്കിൽ തീർച്ചയായും ഞങ്ങൾക്ക് ഇത്ര പെട്ടെന്ന് നടക്കില്ലായിരുന്നു. ഞങ്ങളുടെ സ്റ്റുഡിയോയുടെ പുരോഗമനത്തിന് ഞങ്ങളുടെ കൂടെ നിന്ന് സഹകരിച്ചതിൽ ഇവളുടെ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് തന്നെ താങ്ക്സ് പറയാണ്. അപ്പോൾ ഇവളെ എല്ലാ നന്ദിയും അറിയിച്ചതിന് ശേഷം അതൊക്കെ കേട്ടിട്ട് ഇവൻ നീ ഇപ്പോ എന്നോട് എന്ത് സ്നേഹത്തിലല്ലേ പെരുമാറുന്നത്, ഞാനതിനു വേണ്ടി എന്തോരം പരിശ്രമിച്ചു എന്ന് പറയുമ്പോൾ നീ എന്തൊക്കെയോ പറയുന്നത്, നമ്മള് നല്ല കൊളീഗ്സ് അല്ലേ, അതിനപ്പുറം ഒന്നുമില്ലല്ലോ, വെറുതെ ഓവർ തിങ്ക് ചെയ്തു പോണ്ട എന്ന് പറയുമ്പോ ഇവൻ ആര് പറഞ്ഞു കൊളീഗ്സ് മാത്രമാണെന്ന്, ഞാൻ നിനക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തു, ആ ഒരു ഫിനാൻഷ്യൽ റിപ്പോർട്ട് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ എന്തോരം കഷ്ടപ്പെട്ടതെന്ന് നിനക്കറിയോ എന്ന് പറയുമ്പോ ഇവൾക്കൊന്നും മനസ്സിലാവുന്നില്ല. ഷെന്നും ഇവളോട് ഞാൻ നിങ്ങളുടെ സ്റ്റുഡിയോയുടെ പ്രോഫിറ്റ് 21% ആണ് അധികം ഉയർത്തിയത് ലോണിന് വേണ്ടി, അത് മുഖേനയാണ് ബാങ്കിനെ കൺവിൻസ് ചെയ്യാൻ സാധിച്ചത്. നിങ്ങളുടെ സ്റ്റുഡിയോയുടെ ഇപ്പോഴത്തെ അവസ്ഥ വെച്ചിട്ട് ഒരിക്കലും ഒരു ബാങ്കിൽ നിന്ന് നിങ്ങൾക്ക് ലോൺ കിട്ടാൻ പോകുന്നില്ല. ഞാൻ എക്സ്ട്രാ കുറച്ച് ഡോക്യുമെന്റ്സ് നിർമ്മിച്ചാണ് ബാങ്കിനെ കൺവിൻസ് ചെയ്ത് അത് നേടിയത്, അത് കണ്ടിട്ടാണ് അവർ നിങ്ങൾക്ക് ലോൺ തന്നത് എന്ന് പറയുമ്പോൾ നീ പറഞ്ഞു വരുന്നത് നീ ഫ്രോഡ് കാണിച്ചാണ് ലോൺ വാങ്ങിച്ചു തന്നത് എന്നാണോ എന്ന് ചോദിക്കുമ്പോൾ ഞാനല്ല, നിന്റെ സിസ്റ്റർ, അവളല്ലേ യാൻ സ്റ്റുഡിയോയുടെ ലീഗൽ റെപ്രസെന്റേറ്റീവ്, അവളാണ് ഫ്രോഡ് കാണിച്ചത് എന്ന് പറയുമ്പോൾ നീ എന്തിനു വേണ്ടി ഇതൊക്കെ ചെയ്യുന്നത്, എന്താ നീ ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് എപ്പോഴും വേണ്ടത് ഒന്ന് തന്നെയാണ്, നീ ഇപ്പോ ആയിട്ട് ബ്രേക്കപ്പ് ചെയ്ത് എന്നെ കല്യാണം കഴിക്കണം. എന്റെ തീരുമാനത്തില് അന്നും ഇന്നും ഒരു മാറ്റവും വന്നിട്ടില്ല. അല്ലാത്ത പക്ഷെ ഞാൻ ഈ കാര്യങ്ങൾ പുറത്തറിയിക്കും. നിന്റെ അനിയത്തി ജയിലിൽ പോവും. വീണ്ടും കള്ളത്തരം കാണിച്ചതിന് ഒന്നുകൂടി എല്ലാവരുടെ മുന്നിൽ അവള് നാണം കിടും എന്ന് പറയുമ്പോ ലിൻ, ഞാനപ്പോ ഇത്രയും നാളെ നിന്നെ തെറ്റിദ്ധരിക്കായിരുന്നല്ലേ, നീ ഞങ്ങളുടെയൊക്കെ മുന്നിൽ അഭിനയിച്ച് നിൽക്കായിരുന്നല്ലേ, ഞാൻ ഇപ്പൊ തന്നെ ഇത് റിപ്പോർട്ട് ചെയ്യും, ഞാനിത് പോലീസിനെ അറിയിക്കും എന്ന് പറയുമ്പോ നീ പോയി ചെയ്, ഇപ്പൊ തന്നെ നീ പോയി ചെയ്, വേണമെങ്കിൽ ഞാൻ കൂടെ വരാം, നീ എന്താന്ന് പറഞ്ഞ് കംപ്ലൈന്റ് ചെയ്യും, ഞാൻ നിന്റെ കമ്പനിയിലെ വേറൊരു അക്കൗണ്ടന്റ് മാത്രമാണ്, യാൻ സ്റ്റുഡിയോയുടെ സ്റ്റാമ്പ് പതിച്ചത് നീയാണ്, ഡോക്യുമെന്റ്സ് മാത്രമേ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളൂ, നീ സൈൻ ചെയ്യുന്ന CCTV ദൃശ്യങ്ങള് നിന്റെ കമ്പനിയിൽ തന്നെ ഈസി ആയിട്ട് കിട്ടും, ഒരു എംപ്ലോയി ആയ ഞാൻ ഇതിലൊന്നും തന്നെ ചെയ്തിട്ടില്ല, നീ എന്ത് പറഞ്ഞ കേസ് കൊടുക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞിട്ട് ഇവൻ ഭയങ്കരമായിട്ട് ഇവളെ ഭീഷണിപ്പെടുത്താണ്. ഇവൾക്കാണെങ്കിൽ എന്ത് ചെയ്യണം പറയണമെന്നറിയാതെ ഫുള്ള് തലറങ്ങാണ്. ഇവൾക്ക് നല്ല ദേഷ്യവും കാര്യമൊക്കെ വരുന്നുണ്ടെങ്കിലും ഇവനെ ഇപ്പൊ വെറുപ്പിക്കാതിരിക്കുന്നതാണല്ലോ നല്ലത്. അതുകൊണ്ട് തന്നെ വേറെ നിവൃത്തിയില്ലാതെ ശരി നീ പറയുന്നതിനോട് ഞാൻ സമ്മതിച്ചോ എന്ന് പറയുമ്പോ അപ്പോ നീ എപ്പോഴാണ് യുവിനെ ബ്രേക്കപ്പ് ചെയ്യാൻ പോകുന്നത് എന്ന് ചോദിക്കുമ്പോ നീ ധൃതി പിടിക്കാതിരിക്കെ, എനിക്ക് കുറച്ച് സമയം വേണം എന്ന് പറയുമ്പോ ഇവനും ഓക്കെ പറയുന്നു. സോ അവള് അവിടെ നിന്ന് പോവുകയാണ്. പക്ഷെ ഇവിടെ ഹോസ്പിറ്റലിലാണെങ്കിൽ ഹോമിങ്ങിന്റെ ഫാദറിന്റെ കണ്ടീഷൻ കുറച്ച് ക്രിട്ടിക്കൽ ആവുകയാണ്. പെട്ടെന്ന് ഇവര് നല്ലതുപോലെ പേടിച്ച് ഉടനെ ഡോക്ടറെ വിളിക്കുന്നു. ഹോമിങ്ങും ഷുയാനെ വിളിച്ച് ഹോസ്പിറ്റലിലെ കാര്യം അറിയിക്കുന്നത് കൊണ്ട് തന്നെ ഇവളും പെട്ടെന്ന് ഹോസ്റ്റലിനൊക്കെ ഉറക്കിയിട്ട് ഇങ്ങോട്ടേക്ക് വരുന്നു. ഇപ്പോ അദ്ദേഹത്തിന് കുഴപ്പമൊന്നുമില്ല. അമ്മയും ഇവളോട് കുറച്ചു മുന്നേ അദ്ദേഹത്തിന്റെ അവസ്ഥ വളരെ മോശമായിരുന്നു, പൾസ് കുറഞ്ഞതാണ്, ഡോക്ടർ ചെക്ക് ചെയ്തിട്ട് ഇപ്പൊ കുഴപ്പമൊന്നുമില്ലെന്നാ പറഞ്ഞത്, എനിക്ക് പ്രശ്നമൊന്നുമില്ല, നീ ഹോമിങ്ങിന്റെ അടുത്തേക്ക് ചെല്ലാനായിട്ട് പറയുന്നു. അപ്പൊ ഞാനിനി ഇവിടെ നിന്നോളാം, അമ്മ വീട്ടിലേക്ക് പോക്കോ, ഹോസ്റ്റലിനോടൊപ്പം പോയിരിക്കെ, അവൻ ഇപ്പോഴും ആഹാരം ഒന്നും കഴിക്കാൻ തയ്യാറായിട്ടില്ല എന്ന് പറയുമ്പോൾ ഇവരും ശരിയെന്ന് പറയുന്നു. അങ്ങനെ ഇവളും പുറത്ത് ഹോമിങ്ങിനെ അന്വേഷിച്ചു വരുമ്പോൾ ഇവനാണെങ്കിൽ ഒരു സൈഡിൽ മാറി വളരെ ശോകത്തില് ഡൗൺ ആയിട്ടിരിക്കുകയാണ്. ഷോയാനും ഫസ്റ്റ് ടൈമാണ് ഹോമിങ്ങിനെ ഇത്രയും ഒരു മോശം അവസ്ഥയിൽ കാണുന്നത്. ഇവളും അടുത്തേക്ക് വരുമ്പോൾ എനിക്ക് ഇതൊട്ടും ഹാൻഡിൽ ചെയ്യാൻ സാധിക്കുന്നില്ല, ഇത്രയും നാളും എല്ലാ പ്രശ്നങ്ങളെയും കൈകാര്യം ചെയ്തത് അച്ഛനാണ്, കമ്പനിയുടെ ആയാലും ഹോസ്റ്റലിന്റെ ആയാലും, അച്ഛൻ ഇങ്ങനെ കിടക്കുന്നത് കാണുമ്പോൾ എനിക്ക് ഒട്ടും താങ്ങാനേ ആവുന്നില്ല എന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് ഫീൽ ആവുമ്പോൾ ഷോയാനും അദ്ദേഹത്തിന് ഒരു കുഴപ്പമുണ്ടാവില്ല, എന്തായാലും തിരിച്ചു വരും, പഴയതുപോലെ ഓക്കെ ആവും എന്ന് പറഞ്ഞ് ഇവനെ ആശ്വസിപ്പിക്കുന്നു. അതിനുശേഷം പിറ്റേന്ന് ലിൻ ആണെങ്കിൽ പുറത്തേക്ക് പോകാനായിട്ട് ഇറങ്ങുമ്പോൾ ആണെങ്കിൽ കറക്റ്റ് അങ്ങോട്ടേക്ക് ഇറങ്ങുന്നത് കൊണ്ട് തന്നെ ഇവള് റൂമിന്റെ പുറത്ത് ഇറങ്ങുന്നില്ല. കാരണം അവൻ ഇപ്പൊ ഫേസ് ചെയ്യാനുള്ള ധൈര്യം ഇവൾക്കില്ല. ഷെന്നെങ്ങാനും അത് കണ്ടു കഴിഞ്ഞാല് ആ വട്ടം പിന്നെ എന്ത് കാണിക്കുമെന്ന് പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഇവള് യുവിനോട് ഇപ്പൊ ഒരു ഡിസ്റ്റൻസ് ഇടാണ്. അതുപോലെ തന്നെ ഇപ്പോ ഹോമിങ്ങിന്റെ അമ്മയും ഹോസ്റ്റലിനോട് വന്ന് ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കാൻ പറഞ്ഞ് വീണ്ടും നിർബന്ധിച്ചു കൊണ്ടേയിരിക്കുകയാണ്. ഇനിയും നീ ഫുഡ് കഴിക്കാതിരുന്നല്ലോ നിന്റെ ബോഡിക്ക് അത് താങ്ങാനാവില്ല, ഞാൻ നിന്നെ കുറിച്ച് ഓർത്ത് നല്ല വറീഡ് ആവുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു നോക്കുന്നുണ്ട്. പക്ഷെ ഇവനാണെങ്കിൽ ഇവരെ ഒന്ന് നോക്കിയിട്ട് പോയി നേരെ ബെഡിൽ കയറി കിടക്കുന്നു. അപ്പോൾ ഇവനോട് നമ്മുടെ ഫാമിലിയിലുള്ള എല്ലാ വ്യക്തികളും നിന്നെ ആത്മാർത്ഥമായിട്ടാണ് സ്നേഹിച്ചത്, ആരും ഫേക്ക് ആയിട്ടുള്ള ഒന്നും നിനക്ക് തന്നിട്ടില്ല, നിന്റെ സന്തോഷത്തിലായാലും നിന്റെ ദുഃഖങ്ങളിലായാലും എല്ലാം ഞങ്ങള് എപ്പോഴും കൂടെ നിന്നിട്ടുള്ളവരാണ്, നീ അത് മനസ്സിലാക്കണം, നിനക്ക് എപ്പോഴും പുറത്തു പോകുന്നത് ഇഷ്ടമല്ലേ, ഞാൻ നിന്നെ കൂട്ടിക്കൊണ്ടുപോവാം, എവിടെ വേണമെങ്കിലും കൂട്ടിക്കൊണ്ടുപോവാം, നിനക്ക് ഗെയിംസ് കളിക്കണം എന്നൊക്കെ ചോദിച്ച് എങ്ങനെയൊക്കെയോ ഇവര് അവനെ പുറത്തേക്ക് ഗെയിംസും കാര്യങ്ങളൊക്കെ കളിക്കാനായിട്ട് കൂട്ടിക്കൊണ്ട് വരാണ്. പക്ഷെ ആ ഒരു സമയത്താണെങ്കിൽ മറിഞ്ഞു നിന്ന് മീഡിയയിലുള്ള ആളുകൾ ഇവന്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാണ്. സോ അതുകൊണ്ട് തന്നെ ഇവൻ ഭയങ്കര ദേഷ്യത്തില് അയാൾക്ക് നേരെ ബോളും കാര്യങ്ങളൊക്കെ എടുത്തറിയുന്നു. അമ്മയും പെട്ടെന്ന് തന്നെ സെക്യൂരിറ്റീസിനോട് അയാൾ എങ്ങനെ അകത്ത് വന്നത്, അവനെ പിടികൂട്, ആരെയും ഇങ്ങോട്ട് കടത്തി വിടരുത് എന്ന് പറയുന്നു. അപ്പൊ ഹോസ്റ്റൽ ആണെങ്കിൽ നല്ലോണം തന്നെ വീണ്ടും വയലന്റ് ആവാണ്.
ഒരുവിധം കൂളാക്കി ഇവർ കൊണ്ടുവന്നതാണ്. പക്ഷെ വീണ്ടും ഇവൻ ഭയങ്കര ദേഷ്യത്തില് തിരിച്ചു കയറി ഓടാണ്. എന്നിട്ട് ഇപ്പോ റൂം അടച്ച് ഇരിക്കുകയാണ്. ഇവരെ വിളിച്ചിട്ട് വാതിലൊന്നും തുറക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അമ്മയും ഇപ്പൊ ഹോമിങ്ങിനെ വിളിച്ചു വരുത്തി. ഹോമിങ് ആണെങ്കിൽ ചവിട്ടി തുറന്നാണ് അകത്ത് കയറുന്നത്. അകത്ത് പോകുമ്പോൾ ഹോഷനാണെങ്കിൽ അവിടെ ബോധം പോയി കിടക്കാണ്. കാരണം ഇവൻ 1-2 ദിവസമായിട്ട് ഇപ്പോൾ ഫുഡൊന്നും കഴിച്ചിട്ടില്ലല്ലോ. ഇവരും പെട്ടെന്ന് തന്നെ ഡോക്ടറെ വിളിച്ചിട്ട് അവന് ട്രിപ്പും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നു. ഡോക്ടറും ഇവരോട് അവൻ ഫുഡ് കഴിക്കാത്തത് കൊണ്ടാണ് ഷുഗർ ലോ ആയിട്ട് മയങ്ങി വീണത്. എങ്ങനെയെങ്കിലും അവനെ കൊണ്ട് കഴിപ്പിക്കാൻ നോക്ക് എന്ന് പറയുമ്പോൾ ഇവര് ഞങ്ങൾ എന്ത് ചെയ്തിട്ടും അവൻ കഴിക്കുന്നില്ല, എന്ത് പറഞ്ഞിട്ടും കഴിക്കുന്നില്ല, ഞങ്ങൾക്ക് ആർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല, ഇതിന് എന്തെങ്കിലും സൊല്യൂഷൻ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഡോക്ടറും ചിലപ്പോ അവന് ഈ ഒരു അന്തരീക്ഷത്തിൽ നിൽക്കുന്നത് കൊണ്ടായിരിക്കും, ഒരു കാര്യം ചെയ്യും, കുറച്ച് ദിവസത്തേക്ക് അവനെ മറ്റൊരിടത്തേക്ക് കൊണ്ടുപോയി നിർത്താൻ നോക്ക്, അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ മാറ്റങ്ങളൊക്കെ കണ്ടുവരും, അവനിപ്പോ അത് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് എന്ന് പറയുമ്പോൾ ഹോമിങ് എങ്കിൽ പിന്നെ നമുക്ക് അബ്രോഡേക്ക് പോവാം എന്ന് പറയുമ്പോൾ ഷോയാൻ അത് വേണ്ട, ഒന്നാമത് അച്ഛന് വയ്യാത്ത അവസ്ഥയല്ലേ, പെട്ടെന്ന് ഒരു അത്യാവശ്യം വന്നാൽ എങ്ങനെയാ നിങ്ങൾക്ക് അബ്രോഡൊക്കെ പോയാൽ തിരിച്ചു വരാൻ സാധിക്കുന്നത്, അത് നടക്കാത്ത കാര്യമാണ്, ഒരു കാര്യം ചെയ്യാം, നമുക്ക് അവനെ എന്റെ മുത്തശ്ശിയുടെ നാട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയാലോ എന്ന് ചോദിക്കുമ്പോൾ ഇവരും എങ്കിൽ പിന്നെ അത് നല്ല കാര്യമാണ്, അങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുപോകാം എന്ന് പറഞ്ഞ് പിറ്റേന്ന് തന്നെ ഇവരിപ്പോ നാട്ടിലേക്ക് മുത്തശ്ശിയുടെ അടുത്തേക്ക് എത്തിയിരിക്കുകയാണ്. മുത്തശ്ശിയും ഇവരൊക്കെ വരുന്നത് കൊണ്ട് തന്നെ ഭയങ്കര സന്തോഷത്തിലാണ്. അപ്പൊ മുത്തശ്ശി ഹോഷനെ കണ്ട് ഇതാണല്ലേ ഹോഷൻ, കാണാൻ നല്ല ക്യൂട്ടായിട്ടുണ്ടല്ലോ എന്ന് ചോദിക്കുമ്പോൾ ഇവനാണെങ്കിൽ ഒന്നും മിണ്ടാതെ നിൽക്കാണ്. ഇവൻ ഫസ്റ്റ് ടൈം ആണല്ലോ ഇവരെ കാണുന്നത്. ഹോമിങ്ങും ഹോഷനോട് മുത്തശ്ശിയോട് ഹായ് പറ എന്ന് പറയുന്നുണ്ട്. പക്ഷെ ഇവനാണെങ്കിൽ ഒരു മൈൻഡും ചെയ്യുന്നില്ല. മുത്തശ്ശിയും സാരമില്ല കുട്ടിയല്ലേ, അവൻ വന്നതേ ഉള്ളൂ, എന്നെ പരിചയമാവട്ടെ എന്ന് പറഞ്ഞിട്ട് അവനെ കൂട്ടിക്കൊണ്ടു പോകുന്നു. എന്നിട്ട് ഇവര് ഫുഡൊക്കെ കഴിക്കാനായിട്ട് ഇരിക്കുകയാണ്. ഇവനും കുഴപ്പമില്ലാതെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കാൻ സ്റ്റാർട്ട് ചെയ്യുന്നു. മുത്തശ്ശിയും വളരെ സ്നേഹത്തില് ഇവന് ഫുഡും കാര്യങ്ങളൊക്കെ എടുത്തു കൊടുക്കുന്നു. അപ്പൊ ഹോമിങ് ആണെങ്കിൽ ഇത് എല്ലാം മുത്തശ്ശി സ്വന്തമായിട്ട് ഉണ്ടാക്കിയതാ എന്ന് പറഞ്ഞ് ഇവനും ഫുഡ് കാര്യങ്ങളൊക്കെ എടുത്തു വെച്ച് കൊടുക്കുമ്പോൾ ഹോമിങ്ങിനോടുള്ള ദേഷ്യം കാരണം ഇവനാണെങ്കിൽ കഴിക്കുന്നത് നിർത്തിയിട്ട് ദേഷ്യം കാണിച്ച് എഴുന്നേറ്റ് പോവാണ്. ഹോമിങ് വിളിച്ചിട്ട് ഒന്നും തന്നെ നിൽക്കുന്നില്ല. അപ്പൊ മുത്തശ്ശിയും അത് കണ്ട് കുഴപ്പമൊന്നുമില്ല, അവനെ നമുക്ക് ശരിയാക്കി എടുക്കാം എന്ന് പറയുന്നു. അതിനുശേഷം മുത്തശ്ശി ആണെങ്കിൽ ഇവളോട് വന്നിട്ട് നീയും ഹോമിങ്ങും തമ്മിൽ ഇടയ്ക്ക് വെച്ച് പ്രശ്നങ്ങളുണ്ടെന്ന് എനിക്ക് തോന്നിയതാണ്, അത് ഹോഷനുമായി ബന്ധപ്പെട്ടതായിരുന്നല്ലേ എന്ന് ചോദിക്കുമ്പോ ഇവള് മുത്തശ്ശി ഞാൻ അവനെ ഒരുപാട് കെയർ ചെയ്യുന്നുണ്ട്, അവൻ എന്നെയും ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട്, ഞങ്ങൾ മണിക്കൂറുകളോളം ഒരുമിച്ച് സംസാരിച്ചാലും മടുക്കാത്തൊരു വ്യക്തിയായിരുന്നു ഹോഷൻ. പക്ഷെ ഇപ്പൊ അവൻ ഒരക്ഷരം പോലും മിണ്ടാറില്ല, എന്നോട് പോലും. അവന്റെ അവസ്ഥ എനിക്ക് മനസ്സിലാവും, അതുകൊണ്ടാണ് അവനൊരു ചേഞ്ച് ആവശ്യമാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇങ്ങോട്ട് തന്നെ കൂട്ടിക്കൊണ്ടുവന്നത്. ഇവിടുത്തെ അനുഭവം അവൻ എന്തായാലും പുതുമയുള്ളതായിരിക്കും എന്ന് പറയുമ്പോൾ മുതശ്ശിക്ക് മനസ്സിലാവുന്നുണ്ട് ഇവള ഹോഷനെ പൂർണ്ണമായും അംഗീകരിച്ചു എന്ന കാര്യം. അതുകൊണ്ട് തന്നെ ഞാൻ നിന്റെ തീരുമാനത്തോട് പൂർണ്ണമായിട്ടും യോജിക്കുന്നുണ്ട്. ബ്ലഡ് റിലേഷൻ കൊണ്ട് മാത്രം ആളുകൾ ഒന്നാവണമെന്നില്ല, പരസ്പരമുള്ള കണക്ഷനും കൂടി അത്യാവശ്യമാണ്, നീ എന്തായാലും വിഷമിക്കേണ്ട, നമുക്ക് അവനെ പഴയതുപോലെ ആക്കിയെടുക്കാം എന്ന് പറയുന്നു. ഹോമിങ്ങും അമ്മയോട് അച്ഛന്റെ കാര്യങ്ങളൊക്കെ എന്തായി എന്ന് വിളിച്ച് അന്വേഷിക്കുമ്പോൾ അച്ഛന് കുഴപ്പമൊന്നുമില്ല, പേടിക്കാനൊന്നുമില്ലെന്ന് ഡോക്ടർ പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് ഇവര് ഹോഷന്റെ കാര്യം അന്വേഷിക്കുമ്പോൾ അവന് മാറ്റങ്ങളൊന്നുമില്ല, എന്തായാലും കുറച്ച് സമയം കൊടുത്തു നോക്കാം, അവൻ ഇംപ്രൂവ് ആവുമായിരിക്കും, അമ്മ വിഷമിക്കണ്ട എന്ന് പറയുന്നു. അതിനുശേഷം പിറ്റേന്ന് രാവിലെ ഇവര് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഇരിക്കുമ്പോൾ ഷോയാനും ഹോഷനെ പോയി വിളിച്ചുകൊണ്ട് വന്ന് ഇരുത്തുന്നു. ഇവനും അത് കഴിക്കാനായിട്ട് വന്ന് ഇരുന്നിട്ട് 2 പേർ കഴിച്ചിട്ട് പെട്ടെന്ന് തന്നെ എഴുന്നേറ്റ് റൂമിലേക്ക് പോകാൻ തുടങ്ങുമ്പോൾ ഷോയാനും ഹോമിങ്ങും അവനോട് വന്നിരുന്ന് വീണ്ടും കഴിക്കാനായിട്ട് പറയുന്നു. പക്ഷെ അവൻ കേൾക്കാതെ പോവാൻ നോക്കാണ്. അപ്പൊ മുത്തശ്ശാണെങ്കിൽ ഹോഷൻ നീ കഴിച്ചു തീർന്ന സ്ഥിതിക്ക് പോയി ജോലി ചെയ്യാനായിട്ട് പറയാണ്. ഇവർക്കും ഒന്നും മനസ്സിലാവുന്നില്ല, ഇവനും ഒന്നും മനസ്സിലാവുന്നില്ല. അപ്പൊ മുത്തശ്ശി ഹോമിങ്ങിനോട് ഹോമിങ് നീയും കഴിച്ചു തീർന്നെങ്കിൽ പോയി ജോലി ചെയ്യാൻ നോക്ക്, ഇവിടെ താമസിക്കണമെങ്കിൽ എല്ലാവരും ജോലി ചെയ്തേ പറ്റൂ, അല്ലാതെ ഇവിടെ ആർക്കും വിഷുണ്ടാക്കി തരാൻ എനിക്ക് പറ്റില്ല എന്ന് ഇവനെ ഒന്ന് ഇതാക്കാനായിട്ട് പറയുമ്പോൾ ഷോയാനാണെങ്കിൽ മുത്തശ്ശി അങ്ങനെയൊന്നും പറയല്ലേ, ഹോഷൻ ഒരു കൊച്ചുകുട്ടിയല്ലേ, അവന് ജോലിയൊന്നും ചെയ്യാൻ അറിയില്ല എന്ന് പറയുമ്പോൾ അത് കേട്ട് ഇവൻ ഒന്നും നോക്കുന്നില്ല. ആ ഒരു സംഭവമൊക്കെ എടുത്ത് തോളിലിട്ട് ഇവനാണെങ്കിൽ കൃഷിയിടത്തിലേക്ക് ചോളം പറിക്കാനായിട്ട് എത്തിയിരിക്കുകയാണ്. ഹോമിങ്ങും ഇവന്റെ കൂടെ വരുന്നു. അപ്പോ ഇവനാണെങ്കിൽ തെറ്റായ രീതിയിലാണ് ആ ഒരു ചോളം പറിക്കാനായിട്ട് ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവനെ കൊണ്ട് അത് എടുക്കാൻ സാധിക്കുന്നില്ല. അപ്പൊ ഹോമിങ് അങ്ങനെയല്ല ഹോഷൻ ഇങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കുന്നു. പക്ഷെ ഇവനത് വലിയ മൈൻഡ് ഒന്നും ചെയ്യാത്ത രീതിയിൽ ശ്രദ്ധിക്കുന്നുണ്ട്. എന്നിട്ട് ഹോമിങ് കാണിച്ചു കൊടുക്കുന്ന ആ ഒരു രീതിയിൽ തന്നെ ഇവനത് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അവന്റെ കയ്യിലേക്ക് അത് വരികയാണ്. അതുകൊണ്ട് തന്നെ ഭയങ്കര എനർജിയിൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. പിന്നീട് ഇവരോട് 2 പേരോടും മുത്തശ്ശി കോഴിയെ പിടിച്ച് കൂട്ടിലടയ്ക്കാൻ പറയുന്നത് കൊണ്ട് തന്നെ ഇവരും അത് ഭയങ്കര ഫണ്ണായിട്ട് ആ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യാണ്. അപ്പോഴും ഹോമിങ്ങിനോട് ഹോച്ചൻ മിണ്ടുന്നുണ്ടായിരുന്നില്ല. അതിനുശേഷം ഇവരാണെങ്കിൽ ആ ഒരു ചോളം സെപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹോച്ചൻ ഭയങ്കര ബുദ്ധിമുട്ടിയാണ് ആ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. എന്നാൽ ആ ഒരു സമയത്ത് മുത്തശ്ശിയാണെങ്കിൽ വീണ്ടും ഒരു ലോഡ് സാധനങ്ങൾ ഇവർക്ക് തട്ടിക്കൊടുക്കുകയാണ്. സോ ഹോമിങ് ഇവനോട് ഇത് നീ ചെയ്യേണ്ട ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞ് ഇവന്റെ സൈഡിലേക്ക് വെക്കുമ്പോൾ ഹോച്ചൻ ആണെങ്കിൽ അത് അവന്റെ സൈഡിലോട്ട് പിടിച്ച് വലിക്കാണ്. ഇവർ തമ്മിൽ അതിനു വേണ്ടി നല്ലൊരു വലിപിടി തന്നെ നടക്കുകയാണ്. ഇവൻ അത് ചെയ്യുന്നത് ഹോമിങ്ങിനോടുള്ള ആ ഒരു വാശിക്കായിട്ടാണ്. ഹോമിങ്ങും ലാസ്റ്റ് ഇവന് തന്നെ അത് വിട്ടുകൊടുക്കുന്നു. പക്ഷെ ഇന്ന് ഇവൻ കുറച്ച് അധികം മേലനങ്ങി ജോലിയും കാര്യങ്ങളൊക്കെ ചെയ്തത് കൊണ്ട് തന്നെ ഇവന് നല്ല വിശപ്പായിരിക്കാണ്. അതുകൊണ്ട് തന്നെ ഫുഡ് കഴിക്കാതിരിക്കാൻ ആവുന്നില്ല. സോ ഇവൻ ആർത്തി പിടിച്ച് കഴിക്കാണ്. അതുകൊണ്ട് ഇവരും ഭയങ്കര കൗതുകത്തിലാണ് നോക്കിക്കൊണ്ട് നിൽക്കുന്നത്.
ഇവന് കഴിച്ചിട്ട് മതിയാവാതെ ഇവൻ വീണ്ടും സൈഡ് ഡിഷ് ഒക്കെ എടുത്ത് വളരെ ആർത്തിയോട് കൂടി കഴിക്കുമ്പോൾ മുത്തശ്ശി ഇവനോട് അടുക്കളയിൽ പോയി നിനക്ക് വേണ്ടത് എടുത്ത് കഴിക്കാനായിട്ട് പറയുന്നു. അവനും ഒരു മടിയില്ലാതെ പോയി എടുത്തുകൊണ്ട് വന്നിരുന്ന് കഴിക്കാണ്. അവൻ എന്തായാലും ഫുഡൊക്കെ കഴിക്കാൻ തുടങ്ങിയത് കൊണ്ട് തന്നെ ഇവർക്കും ഒരുപാട് സന്തോഷമാവുന്നു. മുത്തശ്ശിയുടെ ആ ഒരു ഐഡിയ വർക്ക്ഔട്ട് ആയെന്ന് ഹോമിങ് പറയാണ്. അപ്പൊ ഇവിടെ ഇയാളാണെങ്കിൽ ആ ഒരു ഹാമിങ്ങിന്റെ കമ്പനിയിൽ നിന്ന് ഹോമിങ്ങിനെയും അവന്റെ അച്ഛനെയും പുറത്താക്കണം എന്ന ലക്ഷ്യമാണ് ഇയാളുടെ അടുത്തത്. അതുകൊണ്ട് തന്നെ അതിന് എന്താണ് ഐഡിയ എന്ന് സ്റ്റീവിനോട് ചോദിക്കുന്ന സമയത്ത് സ്റ്റീവും ഇപ്പോ ഹാമിങ്ങിന്റെ കമ്പനിക്ക് ഒരുപാട് ഷെയർസ് നഷ്ടമായല്ലോ, അത് എല്ലാവരുടെയും നഷ്ടമാണ്. അതുകൊണ്ട് തന്നെ അതിന്റെ നഷ്ടപരിഹാരം തരാനായിട്ട് വലിയൊരു തുക തന്നെ എല്ലാവരും കൂടെ ചേർന്ന് ചോദിക്കാം. അതാകുമ്പോൾ അത് തരാൻ പറ്റാതെ ആവുന്ന സ്ഥിതിക്ക് ആ ഒരു രീതിയിൽ അവരെ പുറത്താക്കാം. അതിന് വേണ്ടിയിട്ട് ബാക്കിയുള്ള ഷെയർ ഹോൾഡേഴ്സിന്റെ സപ്പോർട്ടും കൂടി നേടിയെടുക്കണം എന്ന കാര്യം പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പൊ ഇവിടെ ലിന്നാണെങ്കിൽ ജോലി കഴിഞ്ഞ് വരുന്ന സമയത്ത് കറക്റ്റ് യു ആണെങ്കിൽ അങ്ങോട്ടേക്ക് എത്താണ്. അല്ല നീ ജോലി കഴിഞ്ഞ് വന്നതാണോ എന്ന് ചോദിക്കുമ്പോൾ ഇവള് പെട്ടെന്ന് ഇവന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് അല്ല ഞാൻ ജോലിക്ക് പോകാനായിട്ട് ഇറങ്ങിയതാണ് എന്ന് പറഞ്ഞ് പോകാൻ തുടങ്ങുമ്പോൾ ഇവൻ നീ വന്നു എന്നെ ഫുൾ ആയിട്ട് അവോയ്ഡ് ചെയ്യണോ എന്ന് ചോദിക്കുമ്പോൾ ലിന്നാണെങ്കിൽ നടന്ന കാര്യങ്ങളൊന്നും പറയാതെ ഇല്ലല്ലോ എന്ന് പറയുമ്പോൾ യു ആണെങ്കിൽ നീ ബിസി ആണെന്ന് എനിക്കറിയാം, പക്ഷെ ഒരു 2 വാക്ക് പോലും നീ എനിക്ക് മെസ്സേജിന് റിപ്ലൈ തരാറില്ല. എന്താ നിനക്ക് പറ്റിയത്? വിളിച്ച ഫോൺ എടുക്കില്ല, എടുത്തിട്ട് ബിസി ആണെന്നെങ്കിലും പറയായിരുന്നില്ലേ? എപ്പോഴും നീ കട്ട് ചെയ്ത് കളയുന്ന എന്തിനാണ്? എന്തൊക്കെയാ നടക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഇവള് എനിക്ക് ഒരു കുഴപ്പമില്ല, ഷോയാൻ ഇല്ലാത്തത് കൊണ്ട് ഭയങ്കര ബിസിയാണ്, നീ തന്നെ കണ്ടില്ലേ ഇപ്പൊ തന്നെ ഞാൻ ജോലിക്ക് പോവുകയാണ്, വീണ്ടും റെസ്റ്റ് എടുക്കാൻ പോലും സമയം കിട്ടുന്നില്ല, അതാ നിന്നെ വിളിക്കാൻ സമയമില്ലാത്തത്, എനിക്ക് ജോലിക്ക് പോകണം, നീ ഇപ്പൊ തിരിച്ചു വെക്കോ, എനിക്ക് ഒരു പ്രശ്നമില്ല, ഞാൻ നിന്നെ വിളിച്ചോളാം എന്ന് പറഞ്ഞ് അവനെ പറഞ്ഞയച്ചിട്ട് ഇവളും പോകാനായിട്ട് തുടങ്ങുമ്പോൾ ഇവളാണെങ്കിൽ സ്റ്റെപ്പ് നോക്കാതെ ഇറങ്ങുന്നത് കൊണ്ട് തന്നെ താഴേക്ക് മറിഞ്ഞടിച്ച് വീഴാണ്. ഇവനും പെട്ടെന്ന് ഇവളെ ഹോസ്പിറ്റലിലേക്ക് കൂട്ടിക്കൊണ്ട് വരുന്നു. അവളുടെ കാലിന് ചെറിയ പണി കിട്ടിയിരിക്കുകയാണ്, എങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല. ഡോക്ടറും അതിനുള്ള മരുന്നും കാര്യങ്ങളൊക്കെ കൊടുത്ത് ഇവരെ പറഞ്ഞു വിടുമ്പോൾ പെട്ടെന്ന് തന്നെ ഷെൻ ആണെങ്കിൽ ഓടിക്കൊണ്ട് വരുന്നു. ലിൻ നിനക്ക് എന്താ പറ്റിയത്? നീ ഓക്കെ അല്ലേ? ഞാൻ നിന്നെ കാണാൻ വന്നപ്പോ സെക്യൂരിറ്റി പറഞ്ഞത് നീ വീണ കാര്യം അല്ല, നോക്കട്ടെ എന്ന് പറഞ്ഞ് ഇവൻ ഇവളുടെ കാലിലൊക്കെ പിടിക്കാനായിട്ട് പോകുമ്പോൾ യു ആണെങ്കിൽ ഇവനോട് നീ എന്താ കാണിക്കുന്നത് എന്ന് ചോദിക്കുമ്പോഴും ഇവനാണെങ്കിൽ വലിയ അധികാരത്തിൽ ഇവളുടെ കയ്യിൽ നിന്ന് ബാഗൊക്കെ വാങ്ങിച്ച് ഇവന്റെ കയ്യിൽ നിന്ന് ആ ഒരു മെഡിക്കൽ പേപ്പറും കാര്യങ്ങളൊക്കെ വാങ്ങുന്നു. എന്നിട്ട് ഇവനോട് താങ്ക്സ് പറഞ്ഞിട്ട് ഇനി നീ വീട്ടിലേക്ക് പോകും, ഞാൻ ഇവളുടെ കാര്യങ്ങളൊക്കെ നോക്കിക്കൊള്ളാം എന്ന് പറയുമ്പോൾ യുവിനൊന്നും മനസ്സിലാവുന്നില്ല. അതുകൊണ്ട് തന്നെ നീ എന്തൊക്കെയാ കാണിക്കുന്നത്, ഇവൾ എന്റെ ഗേൾ ഫ്രണ്ട് ആണ് എന്ന് പറയുമ്പോൾ ഷെൻ ആണെങ്കിൽ ലിൻ നീ ഇവനോടൊന്നും തുറന്നു പറഞ്ഞില്ലേ എന്ന് ചോദിക്കുമ്പോൾ യു എന്ത് പറയാൻ എന്ന് ചോദിക്കുമ്പോൾ ഇവൻ തന്നെ ഇവള് ഇപ്പൊ എന്റെ ഗേൾ ഫ്രണ്ട് ആണ്, നിനക്ക് വിശ്വാസമായില്ലെങ്കിൽ ഇവളോട് തന്നെ ചോദിച്ചു നോക്ക് എന്ന് പറയുമ്പോൾ യു ഭയങ്കര ഷോക്കായിട്ട് ലിനിനെ നോക്കുന്നു. പക്ഷെ ഇവൾക്കാണെങ്കിൽ ഇവനെ ഫേസ് ചെയ്യാൻ പോലും ആവുന്നില്ല. അതുകൊണ്ട് തന്നെ ഒന്നും പറയാതെ മുന്നേ നടന്നു പോവാണ്. പക്ഷെ യു വിടുന്നില്ല. ഇവളോട് വന്ന് നീ സത്യം പറ, എന്താ പറ്റിയത് എന്ന് ചോദിക്കുമ്പോൾ ഷെന്നാണെങ്കിൽ ഇവനെ പിടിച്ച് മാറ്റിയിട്ട് ഇത് നീ ജോലി ചെയ്യുന്ന സ്ഥലമാണ്, വെറുതെ എന്നെ കൊണ്ട് തല്ലുണ്ടാക്കി പോയിക്കരുത് എന്ന് പറയുമ്പോൾ യു ആണെങ്കിൽ നീ എന്തെങ്കിലും എന്റെ അടുത്തൊന്നും മറക്കുന്നുണ്ടോ, സത്യം തുറന്നു പറ എന്ന് പറയുമ്പോൾ ഇവൾക്കൊന്നും പറയാനാവുന്നില്ല. അപ്പൊ ഷെന്നാണെങ്കിൽ എന്തു പറയാ, ഞങ്ങളിപ്പോ പ്രോപ്പർ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിലാണുള്ളത്, ഉടനെ തന്നെ കല്യാണം കഴിക്കും, നിനക്കിനി ഒരു സ്ഥാനമില്ല, വെറുതെ ഇവളെ പിന്നാലെ നടന്ന് ശല്യം ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട് ലിനിയോട് നിനക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ പറഞ്ഞേക്ക് എന്ന് പറയുമ്പോൾ ഇവളും ഇവളുടെ മുന്നിൽ വേറെ ഓപ്ഷൻ ഇല്ലല്ലോ. അതുകൊണ്ട് തന്നെ യുവിനോട് ഷൻ പറഞ്ഞതൊക്കെ ശരിയാണ്, ഞങ്ങൾ വീണ്ടും ഒന്നിച്ചു എന്ന് പറയുമ്പോൾ ഇവനത് വിശ്വസിക്കാനേ ആവുന്നില്ല. അത് നടക്കാത്ത കാര്യമാണ് എന്ന് പറയുമ്പോഴും ഇവള് ഞാൻ നിന്നോടൊപ്പം കുറച്ച് സമയം ഉണ്ടായിരുന്നു, അത് ഏറ്റവും നല്ല നിമിഷങ്ങളുമായിരുന്നു, പക്ഷെ അന്ന് ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്, ഡേറ്റ് ചെയ്യുന്ന ആളെ തന്നെ കല്യാണം കഴിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, ഷൻ തന്നെയാണ് എനിക്ക് മാച്ച് ആയിട്ടുള്ള വ്യക്തി എന്ന് പറയുമ്പോഴും യു ഇവളോട് നീ പറയുന്ന ഒരു കാര്യം പോലും ഞാൻ വിശ്വസിക്കില്ല, എന്താ സംഭവിച്ചെന്ന് പറ, ഇവൻ നിന്നെ ഭീഷണിപ്പെടുത്തുന്നുണ്ടോ എന്ന് ചോദിച്ച് അടുത്തേക്ക് വരുമ്പോൾ ഷൻ ആണെങ്കിൽ സമ്മതിക്കുന്നില്ല. മേല ഇവളുടെ പിന്നാലെ നടക്കുക എന്ന് പറയുമ്പോൾ എന്നാണെങ്കിൽ ഷെന്നിനോട് അടങ്ങാൻ പറഞ്ഞിട്ട് യുവിനോട് ഇനി എന്നെ കാണാൻ വരരുത് എന്ന് പറയുമ്പോൾ ഷൻ ആണെങ്കിൽ മനഃപൂർവ്വം തന്നെ ഇവളുടെ കയ്യിലുള്ള റിങ് കണ്ടിട്ട് ഇവന്റെ കയ്യിൽ നിന്ന് നീ എന്തെങ്കിലും വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അതങ്ങ് തിരിച്ചു കൊടുത്തേക്കല്ലേ, അല്ലെങ്കിൽ ഇവൻ വീണ്ടും നിന്നെ ശല്യപ്പെടുത്തിക്കൊണ്ടേയിരിക്കും എന്ന് പറയുമ്പോൾ ഇവളാണെങ്കിൽ കടിച്ചു പിടിച്ച് ആ ഒരു റിങ് ഒരു യുവിനെ തന്നെ ഏൽപ്പിക്കുകയാണ്. എന്നിട്ട് അവിടെ നിന്ന് പോകുന്നു. ഷോയാന്റെ ലൈഫിന് ഇവള് കാരണം ഒന്നും സംഭവിക്കരുത് എന്ന് വിചാരിച്ചിട്ടാണ് ഇവള് ഈ പോഷന്റെ ഭീഷണിക്ക് അനുസരിച്ച് നിൽക്കുന്നത്. ഇവളാണല്ലോ ഷോയാൻ എല്ലാ കാര്യങ്ങളും വിശ്വസിച്ച് ഏൽപ്പിച്ചത്. ഇപ്പോ അവനെ അനുസരിക്കുക എന്നല്ലാതെ ഇവളുടെ മുന്നിൽ വേറെ ഓരോ ഓപ്ഷനും ഇല്ല. അതിനുശേഷം ഇവിടെ ഹാസനാണെങ്കിൽ ഇവിടുത്തെ കോഴിക്കുഞ്ഞുങ്ങളെയൊക്കെ നോക്കിക്കൊണ്ട് നിൽക്കുന്ന സമയത്ത് മുത്തശ്ശാണെങ്കിൽ അത് ശ്രദ്ധിച്ചിട്ട് ഇവന്റെ അടുത്തേക്ക് വന്ന് ഇതിനൊക്കെ നിനക്ക് ഇഷ്ടപ്പെട്ടോ, എങ്കിൽ പിന്നെ ഇനി മുതൽ ഇതിന്റെ എല്ലാ കാര്യങ്ങളും നീ തന്നെ നോക്കിക്കോണം, ഇനി മുതൽ ഇത് നിന്റെ ഉത്തരവാദിത്തമാണ്, എല്ലാ ദിവസവും ഫുഡ് കൊടുക്കണം, ഇത് കിടക്കുന്ന സ്ഥലമൊക്കെ വൃത്തിയാക്കണം എന്ന് പറഞ്ഞിട്ട് ഇവനെ തന്നെ അതിന് അരിയും കാര്യങ്ങളൊക്കെ ഇട്ടുകൊടുക്കാനായിട്ട് ഹെൽപ്പിക്കുന്നു. ഇവനും ഭയങ്കര രസത്തിൽ തന്നെയാണ് ആ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ കാണുന്നത് ലിന്നാണെങ്കിൽ ഇവളെ താമസിക്കുന്ന ആ ഒരു സ്ഥലത്ത് നിന്ന് മാറുകയാണ്. യോം അത് കണ്ട് ഇവളോട് വന്ന് നീ എന്തൊക്കെയാ ചെയ്യുന്നത്, എങ്ങോട്ടായി പോകുന്നത് എന്ന് ചോദിക്കുമ്പോൾ ലിന്നും ഷൂയാന്റെ സ്ഥലത്തേക്ക് മാറാണ്. എന്ന് പറയുമ്പോൾ ഇവൻ ഞാൻ നിന്നോട് എത്ര വട്ടം കൊണ്ട് ചോദിക്കാണ്, നീ സത്യം എന്താണെന്ന് വെച്ചാൽ തുറന്ന് പറഞ്ഞേക്ക് എന്ന് പറയുമ്പോഴും ഇവള് ഒരു സത്യവും പറയാനില്ല, ഞാൻ എന്റെ തീരുമാനം മാറ്റി, അത്രേ ഉള്ളൂ, നമ്മള് അഡൽട്സ് അല്ലേ,
നീ കുറച്ചുകൂടെ മെഷൂറായിട്ട് പെരുമാറ എന്ന് പറഞ്ഞിട്ട് ഇവൾ അവിടെ നിന്ന് പോവാണ്. യുവിനാണെങ്കിൽ ആ ഒരു കാര്യം ഭയങ്കരമായിട്ട് ബാധിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നല്ല നിരാശയിലാണ്. അതിനുശേഷം ഇവിടെ ഷോയാനാണെങ്കിൽ പുറത്തേക്ക് പോകാനായിട്ട് ഇറങ്ങുമ്പോൾ ഇവളുടെ അച്ഛനും അമ്മയും ഇങ്ങോട്ട് എത്തിയിരിക്കുകയാണ്. ഹോമിങ്ങും ഹോഷനും ഒക്കെ വന്നിട്ടുണ്ട് എന്ന കാര്യം അറിഞ്ഞിട്ടാണ് എത്തിയിരിക്കുന്നത്. അവരെവിടെ എന്ന് ചോദിക്കുമ്പോൾ ഇവളും അവര് കൃഷിയിടത്തിലെ ജോലിക്കായിട്ട് പോയേക്കാണ് എന്ന് പറയുന്നു. അപ്പൊ അത് കേട്ട് ഇവര് ജോലിക്കോ, ഈ അമ്മയെ കൊണ്ട് തോറ്റു, വന്നിരിക്കുന്ന ഗസ്റ്റിനെ കൊണ്ടാണോ പണിയെടുപ്പിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഇവർ ജോലി എടുക്കുന്നത് കൊണ്ട് ഒരു കുഴപ്പമില്ല, ഇവിടെ അവര് നല്ലോണം ഉറങ്ങുന്നുണ്ട്, ആഹാരം കഴിക്കുന്നുണ്ട്, ഒരു പ്രശ്നമില്ല. ഹോച്ചനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത് അവന് പീസ്ഫുൾ ആയിട്ടുള്ള ക്വയറ്റ് ആയിട്ടുള്ള ഒരു അന്തരീക്ഷം കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് അവനെ കാണണമെങ്കിൽ പിന്നീട് ഒരു തവണ വന്നാൽ മതി, ഇപ്പൊ അവൻ ഒട്ടും ഓക്കെ അല്ല എന്ന് പറയുമ്പോൾ ഇവരും ശരിയെന്ന് പറഞ്ഞിട്ട് അന്നത്തെ സംഭവത്തിന് ശേഷം ഞങ്ങൾ നിന്നെ ബുദ്ധിമുട്ടിക്കാനായിട്ട് വന്നിട്ടില്ല, ഇത് മുത്തശ്ശിക്കുള്ളതാണ്, കൊടുത്തേക്കണം, സ്നാക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, അവൻ ഇഷ്ടപ്പെടുമായിരിക്കും എന്ന് പറഞ്ഞിട്ട് ഇവള് മുന്നേ ഇദ്ദേഹത്തിന്റെ ചികിത്സയ്ക്കായിട്ട് ഒരു കാർഡ് കൊടുത്തിരുന്നല്ലോ, അത് ഇവൾക്ക് തന്നെ തിരിച്ചു കൊടുക്കാണ്. ഇപ്പൊ ഞങ്ങൾക്ക് ഇതിന്റെ ആവശ്യമൊന്നുമില്ല, എന്റെ ട്യൂമറും കാര്യങ്ങളൊക്കെ അന്ന് തന്നെ സർജറി ചെയ്ത് മാറ്റി, തുടക്കമായതുകൊണ്ട് വലിയ പൈസയും കാര്യങ്ങളൊന്നും ചെലവായിട്ടില്ല. ഇപ്പോ നിങ്ങളുടെ ഫാമിലിയുടെ അവസ്ഥയൊക്കെ ഞങ്ങളും കേൾക്കുന്നുണ്ട്, നിങ്ങൾ നല്ല ബുദ്ധിമുട്ടിലായിരിക്കും എന്ന് അറിയാം, അതുകൊണ്ട് ഇത് നീ തന്നെ വെച്ചോ എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി, ഞങ്ങളുടെ കയ്യിൽ ഞങ്ങളുടെ സേവിങ്സ് ആയിട്ടൊക്കെ കുറച്ച് പൈസയും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞ് ഇവളെ തന്നെ ഇവളുടെ കാർഡ് ഏൽപ്പിച്ചിട്ട് അവിടെ നിന്ന് പോവുകയാണ്. പക്ഷെ ഇവൾക്കാണെങ്കിൽ അത് കേട്ടിട്ട് ഭയങ്കരമായിട്ട് ഫീൽ ആവുകയാണ്. അതുകൊണ്ട് തന്നെ ഇവരോട് താങ്ക്സ് പറയുന്നു. അപ്പൊ ഇവരും നമ്മൾക്ക് ഫാമിലി അല്ലേ മോളെ, താങ്ക്സിന്റെ ആവശ്യമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് പോവാണ്. ഇവരിപ്പോ പണ്ടത്തേക്കാൾ ഇവളോടുള്ള ആ ഒരു സമീപനത്തിൽ ഒരുപാട് മാറിയിട്ടുണ്ട്. ഷോയാനും അവരോടുള്ള ഇഷ്ടത്തിൽ കുറവൊന്നും വന്നിട്ടില്ല എങ്കിൽ പോലും ഇവൾ ആഗ്രഹിച്ച സമയത്ത് അവര് ഇവളുടെ കൂടെ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇപ്പോ അവര് കാണിക്കുന്ന സ്നേഹം കാണുമ്പോൾ ഇവൾക്കും തുറന്ന് പ്രകടിപ്പിക്കാനായിട്ട് ആവുന്നില്ല, സ്വന്തമാണെന്ന് കരുതി. അതാണ് ഇവളുടെ പ്രശ്നം. അതിനുശേഷം ഇവരാണെങ്കിൽ അന്നത്തെ ജോലിയൊക്കെ കഴിഞ്ഞ് തിരിച്ച് എത്തിയിരിക്കുകയാണ്. അപ്പൊ ഹോമിങ് ആണെങ്കിൽ ഷോയാന്റെ റൂമിലേക്ക് വരുന്ന സമയത്ത് അവിടെയുള്ള ഇവളുടെ ഒരു ഡയറി ഇവന് കിട്ടുകയാണ്. ഞാനും നീയും എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡയറിയാണ് അത്. ഇവനും അത് എടുത്തു നോക്കുമ്പോൾ ഓരോ വർഷവുമുള്ള ഇവരുടെ രണ്ടുപേരുടെയും കാര്യങ്ങള് കുട്ടിക്കാലം മുതലുള്ളത് അതിലുണ്ട്. ഇവളെ കിൻഡർ ഗാർഡനിൽ പോകുന്ന സമയത്ത് ഇവൻ സ്കൂളിൽ ജോയിൻ ചെയ്തല്ലോ. സോ അങ്ങനെ ഇവളുടെ ഓരോ കാലഘട്ടവും അതേപോലെ തന്നെ ആ ഒരു സമയത്ത് ഹോമിങ് എന്ത് ചെയ്യാറുണ്ടോ ആ ഒരു രീതിയിലെ എല്ലാ കാര്യങ്ങളും ആ ഒരു ഡയറിയിൽ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. 2023 ഇവര് കണ്ടുമുട്ടുന്നത്. ആ വർഷം തന്നെയാണ് ഇവര് വിവാഹം കഴിക്കുന്നതും. പക്ഷെ 2024 ഇവര് ഡിവോഴ്സ് ആവാൻ പോകുന്നു എന്ന കാര്യങ്ങൾ വരെ അവൾ ആ ഒരു ഡയറിയിൽ എഴുതിയിട്ടുണ്ട്. പക്ഷെ അതിനുശേഷമുള്ള ഫോട്ടോസും കാര്യങ്ങളും ഒന്നും തന്നെ ഇവൾ അതിൽ ആഡ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഹോമിങ് അതുകൊണ്ട് വളരെ നിരാശയിലാണ് നോക്കിക്കൊണ്ട് നിൽക്കുന്നത്. അത് കാണിച്ചുകൊണ്ട് ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണാം.